ഗൈസ്, സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്പെർഷനിലെ ഷോ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണല്ലേ പഠിക്കുന്നത് മെയിൻ ആയിട്ട്. അതായത് നമ്മുടെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അതായത് നമ്മുടെ CV കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോവേരിയൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഇക്വേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അത് റോ ഡേറ്റ ആണെങ്കിലും ഡിസ്ക്രീറ്റ് ഡേറ്റ ആണെങ്കിലും കണ്ടിന്യൂസ് ഡേറ്റ ആണെങ്കിലും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റ് ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഏത് കേസും നിങ്ങളോട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഏത് കേസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ശരിക്കും ഡിഫിക്കൽട്ട് ഒന്നും അല്ല, വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് എഴുതി പഠിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ബട്ട് സ്റ്റിൽ ഒന്നുകൂടി ഒന്ന് എഴുതി സെറ്റാക്കി അത് പഠിക്കുക. എക്സാമിന് പോകുമ്പോൾ ഒന്നുകൂടി ഓടിച്ച് നോക്കുകയും ചെയ്യുക. ഇക്വേഷൻസ് മറന്നു പോകരുത്. അങ്ങനെ പഠിച്ച ഈ ചാപ്റ്ററിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂസ് ഓഫ് എ ഡേറ്റ ആർ 10 and 35 റെസ്പെക്റ്റീവ്ലി. ദ റേഞ്ച് ഇസ്. അപ്പോൾ ഒരു ഡേറ്റയുടെ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് 10 and 35. റേഞ്ച് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ആണ്. തന്നിട്ടുള്ള ഒരു ഡേറ്റയിൽ ഏറ്റവും വലിയ വാല്യൂ ഇല്ലേ, അതിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് റേഞ്ച്. അപ്പോൾ ഞാൻ L മൈനസ് S എന്ന് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. ഇവിടുത്തെ ലാർജസ്റ്റ് വാല്യൂ 35 ആണ്, സ്മോളസ്റ്റ് വാല്യൂ 10 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 35 മൈനസ് 10 ചെയ്താൽ 25 ആണ് എനിക്ക് റേഞ്ച് ആയിട്ട് കിട്ടുക. സോ ഹിയർ റേഞ്ച് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 25. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് അൺഗ്രൂപ്ഡ് ഡേറ്റയാണ്, എന്ന് വെച്ചാൽ ഒരു റോ ഡേറ്റയാണ്. ജസ്റ്റ് ഒബ്സർവേഷൻസ് റാൻഡം ആയിട്ട് തന്നിട്ടേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ മീഡിയൻ ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ ഒബ്സർവേഷൻ എഴുതണം. എന്നിട്ട് ക്വാർട്ടൈൽസ് ഫൈൻഡ് ചെയ്യണം. ക്വാർട്ടൈൽസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? QD ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ 2. അപ്പോൾ Q3യും Q1ഉം ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒബ്സർവേഷൻസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇവിടെ നോക്കിയേ, ഈ ഒബ്സർവേഷൻസിൽ ഏറ്റവും ചെറുതാരാടാ? 3 ആണ് അല്ലേ? സോ 3, പിന്നെ വരുന്നത് 4 ആണ്, ആൻഡ് ദെൻ കംസ് 7, പിന്നെ 9 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്, പിന്നെ 14, യെസ്, പിന്നെ 17 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, 22, 24 ആൻഡ് 27. കറക്റ്റ് അല്ലേ? എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മുടെ ഒബ്സർവേഷൻസിന് എഴുതി വെച്ചു. ഇനി നോക്കിക്കേ, നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഇവിടെ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒബ്സർവേഷൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N ഇസ് ഈക്വൽ ടു 11 എന്ന് എഴുതാൻ പറ്റും അല്ലേ? സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 11 ആണ്. N ഇസ് ഈക്വൽ ടു 11 ആണ്. N ഇസ് ഈക്വൽ ടു 11 ആണെങ്കിൽ വാട്ട് ഇസ് Q1? നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടൈൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? എടാ, Q1 എന്ന് പറഞ്ഞാൽ N+1 ബൈ 4th ഒബ്സർവേഷൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, N+1 ബൈ 4th ഒബ്സർവേഷൻ ആണ്. അപ്പോൾ N 11 ആവുമ്പോൾ 11+1 ബൈ 4th ഒബ്സർവേഷൻ എന്ന് വരും. ദാറ്റ് ഈസ് 12 ബൈ 4. ദാറ്റ് ഈസ് തേർഡ് ഒബ്സർവേഷൻ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഈക്വൽ ടു അല്ല, ഡിക്റ്റോ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സോ തേർഡ് ഒബ്സർവേഷൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? Q1 എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഹിയർ ഇറ്റ് ഈസ്? ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ തേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ഒബ്സർവേഷൻ ഇല്ലടാ, അവിടുത്തെ തേർഡ് ഒബ്സർവേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ അസെൻഡിങ് ഓർഡറിൽ തേർഡ് ഒബ്സർവേഷൻ 7 ആണ്. സോ ഹിയർ Q1 ഇസ് ഈക്വൽ ടു 7. ഇതുപോലെ നമ്മൾ Q3 ഫൈൻഡ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് Q3? 3 ഇൻറ്റു N+1 ബൈ 4th ഒബ്സർവേഷൻ ആണ്. 3 ഇൻറ്റു N+1 ബൈ 4th ഒബ്സർവേഷൻ. ഇവിടെ നമ്മൾ ഓൾറെഡി N+1 ബൈ 4 ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ആണ് അല്ലേ? സോ 3 ഇൻറ്റു 3 9th ഒബ്സർവേഷൻ ആണ് നമുക്ക് Q3 ആയിട്ട് കിട്ടുക. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് തേർഡ് ഒബ്സർവേഷൻ നമ്മൾ എഴുതി 4, 5, 6, 7, 8, 9th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 22. അപ്പോൾ എന്താണ് Q3 എന്ന് പറയുന്നത്? 22 ആണ്. Q1 ഉം Q3 ഉം കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? Q3 മൈനസ് Q1 ബൈ 2 ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 22 മൈനസ് 7 ബൈ 2 എന്ന് വെച്ചാൽ 15 ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് 7.5. ഓക്കെ അല്ലേ? സോ ഈ രീതിയിൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ റോ ഡേറ്റയുടേത് ചോദിച്ചാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം എന്ത് ഫൈൻഡ് ചെയ്യാൻ? Q1, Q3 ഫൈൻഡ് ചെയ്ത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഇസ് 5. The lower quartile is 15, then upper quartile is. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എത്ര ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്? 5 ആണ്.
ആൻഡ് പിന്നെ തന്നിട്ടുള്ളത് ലോവർ ക്വാർട്ടൈലിന്റെ വാല്യൂ ആണ്. ലോവർ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q1 ആണ് അല്ലേ. സോ Q1 എത്രയാടാ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് അപ്പർ ക്വാർട്ടൈൽ എത്രയാണെന്നാണ്. ദാറ്റ് ഈസ് Q3 എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ, വാട്ട് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? നമുക്കറിയാം Q3 മൈനസ് Q1 ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ 5 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, Qdക്ക് പകരം 5 എന്ന് കൊടുക്കാം. Q3 നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മൾ Q3 എന്ന് തന്നെ എഴുതി. Q1ന് പകരം നമ്മൾ 15 കൊടുത്തു, ഡിവൈഡഡ് ബൈ 2, which implies 2 ലെഫ്റ്റിലോട്ട് പോയാൽ 10 is equal to Q3 minus 15 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ Q3 എത്രയായിരിക്കും? 10 plus 15 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ എന്താ നമ്മുടെ Q3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പർ ക്വാർട്ടൈൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്ന പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ, ഓർത്തിരിക്കാം. അടുത്തത് കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. നമുക്കൊരു റോ ഡേറ്റ തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ അൺഗ്രൂപ്ഡ് ഡേറ്റയാണ്. ഇതേ സംഗതി ഗ്രൂപ്ഡ് ഡേറ്റയ്ക്കും ചോദിക്കാം. സോ നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി ഡേറ്റ തന്നിട്ട് അവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചോദിക്കാം. ഇവിടെ നമുക്കൊരു സാധാരണ റോ ഡേറ്റ തന്ന് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? MD ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്ന മീൻ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ഓരോ ഒബ്സർവേഷനും ഈ മീനും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആണ് ഡിഫറൻസ് എങ്കിൽ അവരുടെ പോസിറ്റീവ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡ് എടുക്കുന്നത്. സോ ഓരോ ഡിഫറൻസിൻ്റെയും മോഡ് വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കുക, അവരുടെ സമ്മ് ചെയ്യുക. അതാണ് സിഗ്മ മോഡ് xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ വിൽ ഗെറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ ഫൈൻഡ് ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് മീൻ? മീൻ എന്ന് പറഞ്ഞാൽ റോ ഡേറ്റയുടെ കേസിൽ സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ. സോ ഹിയർ സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ 8 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 2 ഇത്രയാണ് നമ്മുടെ ഒബ്സർവേഷൻസ് വരുന്നത്. സോ അവരുടെ സം ആയിട്ട് നമുക്ക് കിട്ടുക 42 എന്നാണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാടാ? 3, 6, 7 ഒബ്സർവേഷൻസ് ആണ്. 42 ബൈ 7 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. 7 into 6 അല്ലേ 42 എന്ന് പറയുന്നത്. സോ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. എക്സ് ബാർ 6 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ xi മൈനസ് എക്സ് ബാർസ് ഫൈൻഡ് ചെയ്യുക? ഓരോ ഒബ്സർവേഷൻ എടുക്കുക, എക്സ് ബാർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. സോ നമ്മൾ MD അബൌട്ട് എക്സ് ബാർ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോ ഒബ്സർവേഷനും എക്സ് ബാറും തമ്മിലുള്ള ഡിഫറൻസിന്റെ പോസിറ്റീവ് കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ആദ്യം 8 മൈനസ് 6 നമ്മൾ കൺസിഡർ ചെയ്താൽ 2 എന്നാണ് വരിക. നമ്മൾ അത് തന്നെ എഴുതി. അടുത്തത് 10 മൈനസ് 6 എടുക്കുമ്പോൾ 4 വരും. ആൻഡ് ദെൻ 6 മൈനസ് 6 0 എന്ന് വരും. 7 മൈനസ് 6 1 ആണ്. 5 മൈനസ് 6 മൈനസ് 1 ആണ്. പക്ഷെ നമ്മൾ പോസിറ്റീവ് കേസ് 1 ആണ് കൺസിഡർ ചെയ്യുക. 4 മൈനസ് 6 മൈനസ് 2 ആണ്. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് 2 കൺസിഡർ ചെയ്യും. 2 മൈനസ് 6 മൈനസ് 4 ആണ്. നമ്മൾ പോസിറ്റീവ് കേസ് 4 കൺസിഡർ ചെയ്യും. സോ ഓരോ ഒബ്സർവേഷനും മീനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ് അല്ലേ. സോ ബൈ 7 ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ എത്രയാണ് നമ്മുടെ സം വരുന്നത്? 2 പ്ലസ് 4 6 പ്ലസ് 1 7 7 പ്ലസ് 1 8 10 14. അപ്പോൾ 14 ബൈ 7 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് ഇൻ ദിസ് കേസസ് 2. ഇതുപോലെ ഒബ്സർവേഷൻസ് മാറി വരുമ്പോൾ മീൻ ഫൈൻഡ് ചെയ്യുക, ഓരോ ഒബ്സർവേഷനും മീനും തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡ് എടുക്കുക, അവരുടെ സം ഡിവൈഡഡ് ബൈ n ചെയ്താൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് തന്നിട്ടുള്ളത് ഒരു കണ്ടിന്യൂസ് ഡേറ്റയാണ്. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 to 20, 20 to 30 എന്നൊക്കെ പറയുന്ന ഇന്റർവെൽസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും ഉണ്ടാവും അല്ലേ. അവിടെ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫൈൻഡ് ചെയ്യണം. ഇതേ ക്വസ്റ്റ്യൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിനും ചോദിക്കാം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സിഗ്മ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ fi ആണ്. ഇവിടെ നമ്മൾ ഇതേ സംഗതി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ എക്സ് ബാറിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? മീഡിയൻ കൊടുക്കും. അതായത് നമ്മുടെ ഇക്വേഷൻ MD അബൌട്ട് m എന്ന് പറഞ്ഞാൽ സിഗ്മ fi ഇൻറ്റു xi മൈനസ് എം ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയുടെ മറ്റൊരു നൊട്ടേഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? കൂടാതെ മീഡിയനും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് മീഡിയൻ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയൻ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 41 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ക്ലാസിന്റെ മിഡ് പോയിന്റ്സ് എടുത്താൽ നമുക്ക് എക്സൈസ് കിട്ടും. എന്താ നമ്മുടെ xi എന്ന് പറഞ്ഞാൽ? ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് ഇന്റർവെൽസ് തരുമ്പോൾ അവരുടെ മിഡ് പോയിന്റ് ആണ് xi ആയിട്ട് എടുക്കുക അല്ലേ. സോ 10 to 20 എന്ന് പറയുമ്പോൾ 15 വരും. 10 plus 20 by 2 ചെയ്താൽ മതി. അതുപോലെ 20 to 30 എന്ന് പറയുമ്പോൾ 25 വരും. അങ്ങനെ ഓരോ ക്ലാസ് ഇന്റർവെലിന്റെയും മിഡ് പോയിന്റ് എടുത്താൽ xi ആയി. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. xiയും fiയും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഒബ്സർവേഷനും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് xi മൈനസ് എം എന്ന് പറയുന്നത്, അത് നമ്മൾ ഫൈൻഡ് ചെയ്യുക.
എന്നിട്ട് കറസ്പോണ്ടിങ് എന്തുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ കാണുന്ന FI ഇൻറ്റു XI മൈനസ് എം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കോളം ഫില്ല് ചെയ്യാം. ഞാൻ ഓൾറെഡി കോളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോളം ഹെഡിങ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലാസ് ഉണ്ട്, മിഡ് വാല്യൂ നമ്മൾ എടുത്തതാണ് എക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്, ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ എക്സ് എന്ന് പറയുന്നത് 10 to 20 ആകുമ്പോൾ 15 ആണ്, 20 to 30 ആകുമ്പോൾ 25 ആണ്, ആൻഡ് സോ ഓൺ. ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ടായിരുന്നു, മീഡിയനും അവർ തന്നിട്ടുണ്ട് 41 ആണ് അല്ലേ. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ഒബ്സർവേഷനും ഈ പറയുന്ന മീഡിയൻ 41 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. 15 മൈനസ് 41 ചെയ്യുക, നമുക്ക് 26 എന്ന് കിട്ടും. അതായത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എടുക്കണം കേട്ടോ, കാരണം മോഡാണ്. ഇങ്ങനെ നമ്മൾ 25 മൈനസ് 41, 35 മൈനസ് 41, അങ്ങനെ നമ്മൾ ഓരോ ഡിഫറൻസും എടുത്തിട്ട് കിട്ടിയതാണ് മോഡ് XI മൈനസ് എം എന്ന് പറയുന്ന ഈ ഒരു കോളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേ കോളത്തെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ എഫ് ഇൻറ്റു മോഡ് XI മൈനസ് എം. നോക്കിക്കേ, 10 ഇൻറ്റു 26 ആണ് 260 എന്ന് പറയുന്നത്. സിമിലർലി 14 ഇൻറ്റു 16 ആണ് 224 എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ FI ഇൻറ്റു XI മൈനസ് എം ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എഫ് ഇൻറ്റു എക്സ് മൈനസ് എം എന്ന് പറയുന്ന ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഈ കോളത്തിന്റെ സമ്മും നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ ഫ്രീക്വൻസീസിന്റെ സമ്മും നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്താ, നമ്മുടെ ഇക്വേഷൻ പറയുന്നത് എം ഡി അബൌട്ട് എം എന്ന് പറയുന്നത് സിഗ്മ FI ഇൻറ്റു XI മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, സിഗ്മ എഫ് ഇൻറ്റു XI മൈനസ് എം എന്ന് പറയുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 260 പ്ലസ് 224 പ്ലസ് 90 പ്ലസ് 72 പ്ലസ് 196 പ്ലസ് 264, and that is equal to 1106. Similarly, sum of frequencies എന്ന് പറഞ്ഞാൽ 10 plus 14, 24 plus 15 plus 18 plus 14 plus 11 ആണ്, and that is equal to 82. So ഇവരെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1106 divided by 82 എന്ന് വെച്ചാൽ എത്രയാടാ, 1106 by 82, and that is equal to 13.49. ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആയിട്ട് എനിക്ക് കിട്ടുന്നത് 13.49 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡീവിയേഷൻ വാല്യൂസ് ഒക്കെ ചെറുതായിരിക്കും കേട്ടോ, 50, 60 അങ്ങനെയുള്ള വലിയ വാല്യൂസ് അല്ല നമുക്ക് കിട്ടുക. ഈ ഒരു ചെറിയ റേഞ്ചിൽ, അതായത് 5, 6, 7 അല്ലെങ്കിൽ ഇതേപോലെ 13 ഇത്രയും വാല്യൂസ് ഒക്കെ നമുക്ക് വരുള്ളൂ. വലിയ വാല്യൂസ് ആയിരിക്കില്ല ഡിസ്പേർഷൻ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുക. യെസ്, കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം. ദ മിനിമം വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. -1 നോ ലിമിറ്റോ ഒന്നുമല്ല, മിനിമം വാല്യൂ 0 ആയിരിക്കും. അടുത്തത്, ദ വേരിയൻസ് ഓഫ് 4 ഒബ്സർവേഷൻസ് 3, 3, 3, 3 ഇസ്. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒബ്സർവേഷൻസ് സെയിം ആണെങ്കിൽ 3, 3, 3, 3 അല്ലെങ്കിൽ 5, 5, 5, 5 എന്നൊക്കെ പറഞ്ഞ് ഒബ്സർവേഷൻസ് റിപ്പീറ്റഡ് ആണ്, ഒരേ ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേരിയൻസ് 0 ആയിരിക്കും. കാരണം ഒബ്സർവേഷൻസ് തമ്മിൽ ഒരു ഡിഫറൻസും വരുന്നില്ല. മീനി കാൽക്കുലേറ്റ് ചെയ്താലും 3 എന്നാണ് കിട്ടുക. സോ അവിടെ വേരിയൻസ് ഇല്ല, 0 ആണ് വേരിയൻസ് ആയിട്ട് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ സ്റ്റഡി ഓഫ് 100 engineering companies given the following information, find gives the following information, find standard deviation and variance. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് നമ്പർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ്. 0 to 10, 10 to 20, എക്സെട്ര 50 to 60 എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇന്റർവെൽസ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ആയിട്ട് 8, 12, 20 എക്സെട്ര തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആണ്. ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ നമുക്ക് എഴുതാം അല്ലേ. വേരിയൻസ് ആദ്യം എഴുതാം, അതിന് സ്ക്വയർ റൂട്ട് കൊടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. എങ്ങനെ വേരിയൻസ് ഫൈൻഡ് ചെയ്യുക, സിഗ്മ FI XI സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് സിഗ്മ FI XI ബൈ n ഹോൾ സ്ക്വയർ. ഇത് രണ്ടും സെയിം അല്ല കേട്ടോ. സിഗ്മ FI XI സ്ക്വയർ എന്ന് പറയുന്നതും സിഗ്മ FI XI ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ അറിയുണ്ടാവും. എനിവേസ്, ഇതാണ് നമ്മുടെ സിഗ്മ സ്ക്വയറിൻ്റെ ഇക്വേഷൻ. ഇതിനൊരു സ്ക്വയർ റൂട്ട് കൊടുത്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. സോ എങ്ങനെ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യാം, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ എന്തൊക്കെയുണ്ട്, ക്ലാസ് ഉണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ട്. ഇത് രണ്ടുമാണ് കയ്യിലുള്ളത്. നമുക്ക് എന്തൊക്കെ വേണം, ഇവിടെ നോക്കിക്കേ, FI XIസിൻ്റെ സമ്മ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് FI XI എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാക്കാം, FIയും XIയും. അപ്പോൾ അതിന് മുന്നേ XI വേണം അല്ലേ, കാരണം ക്ലാസ്സേ തന്നിട്ടുള്ളൂ. XI എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, മിഡ് പോയിന്റ് എടുത്തിട്ട് വേണം ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ ക്ലാസ്സും FI ഫ്രീക്വൻസിയാണ്, അതും കയ്യിലുണ്ട്. മിഡ് പോയിന്റ് എടുത്താൽ XI ആയി, പിന്നെ FI XIക്ക് ഒരു കോളം ഉണ്ടാക്കുക. പിന്നെ എന്തുകൂടി വേണം, FI XI സ്ക്വയർ കാണുന്നുണ്ട് അല്ലേ. സോ FI XI സ്ക്വയറിന് ഒരു കോളം ഉണ്ടാക്കുക. ഇങ്ങനെ FI XI സ്ക്വയർ ഫൈൻഡ് ചെയ്യാം. വേണമെങ്കിൽ XI സ്ക്വയറിന് ഒരു സെപ്പറേറ്റ് കോളം എടുത്തിട്ട് FI ഇൻറ്റു XI സ്ക്വയർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, FI XI ഇൻറ്റു XI ചെയ്താൽ മതി. എന്താ കിട്ടുക, FI XI സ്ക്വയർ തന്നെയാണ് കിട്ടുക. സോ ഈ രീതിയിൽ നമ്മൾ FI XI സ്ക്വയറിന് ഒരു കോളം കൂടി കൊടുക്കുക. ഞാനിവിടെ കോളം ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസും ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട്. XI, FI XI, FI XI സ്ക്വയർ നമ്മൾ ഫില്ല് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ,
0 to 10 എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ് വാല്യൂ എന്തായിരിക്കും? xi എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്. സോ മിഡ് വാല്യൂ 5 ആണ്. 10 to 20 അത് 15 ആണ്. 20 to 30 25 and then 35, 45, 55 എന്ന് വരും. അടുത്തത് fi into xi ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. 8 into 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 40 and then 12 into 15 എന്ന് പറയുമ്പോൾ 180 എന്ന് വരും. 20 into 25 എന്ന് പറയുമ്പോൾ 500 വരും അല്ലേ? and then 30 into 35 എന്ന് പറയുമ്പോൾ 35 into 30 എന്ന് പറയുമ്പോൾ 1050. 45 into 20 എന്ന് പറയുമ്പോൾ again 900 എന്ന് വരും അല്ലേ? and 55 into 10 550 എന്ന് വരും. ഇതാണ് fixi എന്ന് പറയുന്നത്. ഇനി നമുക്ക് fixi സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് fixiയുടെ കോളവും xiയുടെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ fixi സ്ക്വയർ കിട്ടും. നോക്കിക്കേ 40 into 5 എന്ന് വെച്ചാൽ 200 എന്ന് വരും അല്ലേ? 4 into 5 20, 200 എന്ന് വരും. അടുത്തത് 180 into 15 ആണ് and that is equal to 2700. അടുത്തത് 500 into 25 ആണ് and that is equal to 12500 and then 1050 into 35 ആണ് and that is equal to 36750 and then 900 into 45 ആണ് and that is 40500. Finally 550 into 55 that is equal to 30250. സോ ഇതാണ് fixi സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ സം ആവശ്യമുണ്ട്? fixi സ്ക്വയറിൻ്റെ സം ആവശ്യമുണ്ട്, fixiയുടെ സം ആവശ്യമുണ്ട് ആൻഡ് സിഗ്മ fi അതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് ഓരോ സമ്മായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ സിഗ്മ fi എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നോക്കിക്കേ 8 + 12 20 പിന്നെ 40 വരും ആൻഡ് 40 + 30 70 90 100 എന്ന് വരും. അപ്പോൾ സിഗ്മ fi എന്ന് പറയുന്നത് 100 ആണ്. ആൻഡ് ദെൻ കംസ് സിഗ്മ fixi 40 + 180 + 500 + 1050 + 900 + 550. ഇതാണ് നമ്മുടെ 2720 അല്ലേ? ഇതാണ് നമ്മുടെ സിഗ്മ fixi എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി fixi സ്ക്വയർ എന്താണ്? ഇറ്റ് ഈസ് 200. അതിൻ്റെ സം എന്ന് പറയുന്നത് 200 + 2700 + 12500 + 36750 36750 എന്നേ ഉള്ളൂ അല്ലേ? യാ പ്ലസ് ഒരു 0 കൂടിയാലേ ഭയങ്കര പ്രശ്നമാണ്. അടുത്ത എന്താണ്? 40500 + 30250 and that is equal to 122,900. എനിവേസ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ സ്ക്വയറും കറസ്പോണ്ടിങ് സിഗ്മയും ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ fixi സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ fixi ബൈ n ഹോൾ സ്ക്വയർ and that is equal to എന്താ സിഗ്മ fixi സ്ക്വയർ എന്ന് പറയുന്നത്? 122,900 അല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ n എന്താ? നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഇസ് 100 മൈനസ് നമ്മുടെ സിഗ്മ fixi എന്ന് പറഞ്ഞാൽ 2720 ആണ് ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ and that is equal to 1229 മൈനസ് 100 എന്ന് പറയുമ്പോൾ 2 zeros ക്യാൻസൽ ആയി അല്ലേ? ആൻഡ് 2720 ബൈ 100 എന്ന് പറയുമ്പോൾ 27.2 എന്ന് വരും അല്ലേ? സോ യാ അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 27.2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 739.84. 739.84 1229 മൈനസ് 739.84 ആണ്. 739.84. Yes, that is equal to 489.16. So 489.16 ആണ് നമ്മുടെ സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയാം. സിഗ്മ സ്ക്വയർ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് സിഗ്മ? റൂട്ട് ഓഫ് 489.16 ആണ്. സോ യെസ്, റൂട്ട് ഓഫ് 489.16 is equal to 22.12 നമുക്ക് റൗണ്ട് ചെയ്യാം കേട്ടോ. 22.12 നിങ്ങളൊരു 2 ഡെസിമൽ പ്ലേസിലൊക്കെ റൗണ്ട് ചെയ്തിട്ട് തന്നെ എഴുതിയാൽ മതി. തേർഡ് വാല്യൂ വരുന്നത് ഒരു 5 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു നെക്സ്റ്റ് നമ്പറിലേക്ക് അത് റൗണ്ട് ചെയ്യാം. സോ 22.12 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുന്നത്. എനിവേസ്, സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ 2 batches of students in higher secondary school are given. Which batch is more consistent in scores? Use CV എന്ന് ഹിന്റ് തന്നിട്ടുണ്ട്. 2 ബാച്ചിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ബാച്ചിന്റെയും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് തന്നിട്ടുള്ളത്. CV യൂസ് ചെയ്ത് ഇവരെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ CV എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. ആൻഡ് എങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യുക? CV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100.
ആൻഡ് CV കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ കൺസിസ്റ്റൻസി കുറയുകയാണ് ചെയ്യുക. വിച്ച് ബാച്ച് ഇസ് മോർ കൺസിസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ CV കുറവുള്ള ബാച്ച് ആയിരിക്കും മോർ കൺസിസ്റ്റന്റ്. ഓക്കെ, CV കൂടുമ്പോൾ കൺസിസ്റ്റൻസി കുറയുകയാണ് ചെയ്യുക, കാരണം വേരിയേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ചിന്റെ കേസ് അല്ലെങ്കിൽ എ ബാച്ചിന്റെ കേസിൽ വാട്ട് ഇസ് CV എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ SD ആണ്, തന്നിട്ടുണ്ട് 20 ആണ്, ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 40 ആണ്, ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്ന് വരും അല്ലേ. സോ 100/2 ദാറ്റ് ഈസ് 50 ആണ് എ ബാച്ചിന്റെ കേസിൽ CV എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ബാച്ച് ബിയുടെ കേസിൽ CV എന്ന് പറയുന്നത് 30/65 ഇൻറ്റു 100 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3000/65 അല്ലേ. യെസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 46.15. ആർക്കാണ് കൂടുതൽ CV വരുന്നത്? ബാച്ച് എക്കാണ്. അപ്പോൾ ആരായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ്? ബാച്ച് ബി ആയിരിക്കും കേട്ടോ. അതായത് കുറവ് CV വരുന്ന ആളായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബി ബാച്ചിനാണ് CV കുറവ്. സോ നമ്മൾ എന്ത് പറയും? ബാച്ച് ബി ഇസ് മോർ കൺസിസ്റ്റന്റ് എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ എഴുതി വെക്കുക കേട്ടോ, ബാച്ച് ബി ഹാസ് മോർ CV, ലെസ് CV. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് മോർ കൺസിസ്റ്റന്റ് എന്ന് എഴുതി വെക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതി വെച്ചാൽ മതി. സോ ഹിയർ ബാച്ച് ബി ആണ് മോർ കൺസിസ്റ്റന്റ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കാൽക്കുലേറ്റ് കോവേരിയൻസ്. നമ്മുടെ എക്സാമിന് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് ഗ്രോത്ത് എക്സ് ആയിട്ട് തന്നിട്ടുണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വൈ ആയിട്ട് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് 3.5, 4.2, 2.3 ഒക്കെയാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വൈ വാല്യൂസ് എന്ന് പറയുന്നത് 11, 12, 9 എക്സെട്രയാണ്. എന്താണ് നമ്മുടെ കോവേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ? കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ വൈ ബാർ. സിമ്പിൾ. ഇതാണ് കോവേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ. സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ വൈ ബാർ. അപ്പോൾ നമുക്ക് എന്തിനൊക്കെ കോളംസ് വേണം? എക്സും വൈയും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഒരു കോളം കൂടി ഉണ്ടാക്കിയാൽ മതി. കാരണം എക്സ് ബാറും വൈ ബാറും ഒക്കെ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എക്സ് വൈ കോളംസ് മാത്രം മതി. സോ ഇവിടെ നോക്കിക്കോളൂ, എക്സും വൈയും കോളംസ് ഉണ്ട്, എക്സ് വൈ നമ്മൾ ഉണ്ടാക്കണം. സോ ആദ്യം എക്സ് വൈ എങ്ങനെയാണ് ഉണ്ടാക്കുക? എക്സ് ഇൻറ്റു വൈ ചെയ്യണം അല്ലേ. സോ 3.5 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 77/2 ദാറ്റ് ഇസ് 38.5 ആണ് നമുക്ക് എക്സ് വൈ ആയിട്ട് കിട്ടുന്നത്. സിമിലർലി 4.2 ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് കിട്ടുക 50.4 ആണ്. ആൻഡ് ദെൻ 2.3 ഇൻറ്റു 9 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20.7. 3.4 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 34. 4.5 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 58.5. സോ ഇതാണ് നമ്മുടെ എക്സ് വൈ വാല്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 3 ബോക്സിൻ്റെയും സം ആവശ്യമാണ്. ആദ്യം വാട്ട് ഇസ് സിഗ്മ എക്സ്? 3.5 പ്ലസ് 4.2 പ്ലസ് 2.3 പ്ലസ് 3.4 പ്ലസ് 4.5 ആൻഡ് യെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 17.9 ആണ്. ഇതേപോലെ നമുക്ക് സിഗ്മ വൈ ആവശ്യമാണ്. വാട്ട് ഇസ് സിഗ്മ വൈ? 11 പ്ലസ് 12 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 13 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ഇതുപോലെ എക്സ് വൈയുടെ സം ആവശ്യമുണ്ട്. 38.5 പ്ലസ് 50.4 പ്ലസ് 20.7 അല്ലേ. 20.7 പ്ലസ് 34 പ്ലസ് 58.5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 202.1. ഇത്രയും സമ്മുകൾ കിട്ടിക്കഴിഞ്ഞാൽ കോവേരിയൻസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് എക്സ് ബാർ വൈ ബാർ. എന്താ ഈ എക്സ് ബാർ എന്ന് പറയുന്നത്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് സിഗ്മ എക്സ് എന്താണ്? എക്സിന്റെ സം എന്ന് പറയുന്നത് 17.9 ആണ്, ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇവിടെ 5 അല്ലേ, 5 ഒബ്സർവേഷൻസ് ആണ്. സോ 17.9/5 ആണ് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.58. സിമിലർലി വാട്ട് ഇസ് വൈ ബാർ? സിഗ്മ വൈ ബൈ എൻ ആണ്. ആൻഡ് ദാറ്റ് ഇസ് 55/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് വരും അല്ലേ. സോ എക്സ് ബാറും വൈ ബാറും കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ കൊവേരിയൻസിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഇപ്പുറത്ത് എഴുതാം അല്ലേ. സോ യെസ്, കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ എന്ന് പറയുമ്പോൾ 202.1 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 5 ആണ്, മൈനസ് എക്സ് ബാർ എത്രയാടാ? 3.58 ഇൻറ്റു വൈ ബാർ എന്ന് പറയുന്നത് 11 ആണ്. സോ 202.1 divided by 5 is equal to 40.42 minus 3.58 into 11 is equal to 39.38. And yes, 40.42 minus 39.38 is equal to 1.04 ആണ്. യെസ്, ഈ ഡിഫറൻസ് വരെ 1.04 ആണ്. സോ നമ്മുടെ കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1.04 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ, ദാറ്റ് ഇസ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് നമ്മുടെ കോവേരിയൻസ്, അതേപോലെ
CV, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉണ്ട്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കോളം ഹെഡിങ്സ് ആയിട്ട് കൊടുക്കുക, ഏതൊക്കെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കറക്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലൊക്കെ പറയാം. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നാളെ എക്സാം അല്ലടാ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം.